ഇവിടെ ചിരിയുടെ പുൻറ്റാരിനാസിൽ 3-4 മൗണ്ടൻ സ്റ്റോറുകളുണ്ട്. ഞാനൊരു ഗ്ലൗസ് മേടിക്കാൻ വേണ്ടി അലഞ്ഞിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറ്റുന്നൊരു ഗ്ലൗസ് കിട്ടുന്നില്ല. എനിക്ക് മിറ്റനുണ്ട്, പക്ഷേ ഒരു ചെറിയ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും. ഇപ്പോൾ നിങ്ങളൊക്കെ അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും ചിലിയിലെ വാഹനങ്ങൾ എന്തായിരിക്കുമെന്ന്. സാധാരണ വാഹനങ്ങൾ തന്നെയാണ്. നമ്മുടെ മാരുതി സ്വിഫ്റ്റ്, അതിന് പകരം സുസുക്കി സ്വിഫ്റ്റ്, പിന്നെ മാരുതിയുടെ പല വണ്ടികൾ, സുസുക്കിയുടെ വണ്ടികൾ, മീൻസ് മാരുതി അല്ല സുസുക്കിയുടെ വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഓടുന്നതന്നെ. പിന്നെ വോക്സ് വാഗൻ പോളോ, പിന്നെ അവിടെ ഇല്ലാത്ത 2-3 നിസാനുണ്ട്, റാമിൻ്റെ വണ്ടിയുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിലുള്ള വണ്ടികളൊക്കെ തന്നെയാണ്. വലിയ പോഷ് വണ്ടികളൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ പോലെ കഴുകാത്ത ഇടിച്ചു പൊളിഞ്ഞ വണ്ടികൾ തന്നെയാണ് ഇതുവഴി ഓടുന്നത്. സാധാരണ ആൾക്കാരാണ് ചിലിക്കാർ. ഇവിടുത്തെ ടാക്സിയാണ് കേട്ടോ, ടാക്സി. എപ്പോഴാണ് നമുക്ക് ഫ്ലൈ ചെയ്യാമെന്നുള്ളതിന് ഇതുവരെ തീരുമാനമായിട്ടില്ല. സോ നമ്മൾ വീണ്ടും ഡിന്നർ കഴിക്കാൻ വേണ്ടി ചിലിയിലൂടെ പുൻറ്റാരിനാസിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം രാത്രി 9 മണിയായിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് പ്രെറ്റി സൺഷൈൻ ഹിയർ. പീപ്പിൾ ആർ ഔട്ട് ദേർ. സം ഷോപ്സ് ആർ ക്ലോസ്ഡ്. ഓ, ആകെ ഒരു സ്കൂട്ടർ കണ്ടു. നമ്മുടെ ദീപങ്ങളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഇന്നിവിടുത്തെ ഒരു സ്പെഷ്യൽ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ താഴത്തെ നിലയിലുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടബേർന എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടുത്തെ ഒരു വെരി ഫേമസ് റെസ്റ്റോറൻ്റാണ്. നേരത്തെ സ്ഥലം ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. സോ വി ആർ ഗോയിങ് ടു എൻ്റർ ടബേർന. Reminds me of Mendoza, this city. Yeah, it does. It's very similar. Yeah, with the sample. Yeah, the hotel room, the higher floor. Yeah, nice. What about? ടബേർന ക്ലബ് ഡി ലാ യൂണിയൻ ക്ലബ് എന്നാണ്. So wine bottles. Look at the wine bottles they are arranged here. Sorry for this. ഹായ്, നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് എ വെരി നൈസ് പ്ലേസ്. ഓ മൈ ഗോഡ്, വളരെ മനോഹരമായിട്ടുള്ള പ്ലേസാണ്. അകത്തെത്തിയപ്പോൾ ചൂടായി കഴിഞ്ഞു. സോ ഇവിടെ എല്ലായിടത്തും മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ QR കോഡ് സ്കാൻ ചെയ്തുള്ള മെനു ആണ്. വൈഫൈയുടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് സ്കാൻ ചെയ്ത ഇംഗ്ലീഷ് മെനു, ഇത് വൈൻ്റെ മെനു, ഇത് സ്പാനിഷ് മെനു. അതാണ് ഇവിടുത്തെ രീതി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് 6-ാം തീയതിയാണ്. ഞങ്ങൾ ഈ എയർപോർട്ടിലേക്ക് പോവുകയാണ്. മീൻസ് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ALEയുടെ ബസ് എത്തിയിട്ടുണ്ട്. സോ അതിനകത്ത് നമ്മൾ ലഗേജ് ലോഡ് ചെയ്യുന്നു. ഇതെല്ലാം അന്റാർട്ടിക്കയിലേക്ക് പോകാൻ ആൾക്കാരാണ്. മൊത്തം വിൻസെൻ്റിലേക്ക് പോകാൻ ആൾക്കാരല്ല. കുറച്ച് ആൾക്കാർ അന്റാർട്ടിക്കയിലേക്കും, കുറച്ച് ആൾക്കാർ സൗത്ത് പോള്, കുറച്ച് ആൾക്കാർ യൂണിയൻ ഗ്ലേഷ്യർ വരെ. സോ വിൽ ബി ഗോയിങ് ഇൻ ദിസ് ബസ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ ബസ്സിനകത്ത് കയറി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്ലൈറ്റിൽ പോകേണ്ട ആൾക്കാരെ മുഴുവൻ ഈ ബസ്സിനകത്ത് വരെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ക്ലൈംബേഴ്സ് ആണ്. അനൗൺസ് ചെയ്യുന്നുണ്ട്. Hello, good morning everyone. Good morning. How are you doing? Great. Okay, so I think it's too early. So, well, I just like to introduce myself. I'm Carlos, and together with Lucas, we are part of the liaison teams of ALE. And today we are going to be assisting you in the airport for our flight to Antarctica. So now
going on. Look at people coming from our bus. We are going to enter the Check into Antarctica. അന്റാർട്ടിക്കയിൽ പോകേണ്ട ആൾക്കാർക്ക് ഏലിയാണ്. ഏലിയുടെ അന്റാർട്ടിക് എയർവേസിൻ്റെ കൗണ്ടറിലാണ് പോയി ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഈ ആൾക്കാരെല്ലാവരും. ഇവരെല്ലാം ഒറ്റ ഫ്ലൈറ്റിലാണ് പോകുന്നത്. പല കമ്പനിയാണ്. ചിലർ വിൻസണിൽ പോകുന്നു, ചിലർ സൗത്ത് പോളിൽ പോകുന്നു, ചിലർ ജസ്റ്റ് യൂണിയൻ ബേസ് ക്യാമ്പിൽ പോകുന്നു. സോ സുബീർജി ഞങ്ങളുടെ ബൂട്ട്സുമായിട്ട് ഇവിടെ ഉണ്ട്. So anyway, it will be a nice journey. After checking in, we will be going to that area. We will be relaxing for half an hour and we will be having flight. It's our chartered flight. Around 60 to 70 people in that flight. So we will be having space for everybody. And they are told that everybody will be getting a window seat. I'm excited. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ബെൻസിൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. Well, I can get on the airplane. Yeah. So, ഒരു വണ്ടിക്കകത്ത് 5-10 പേരെ വെച്ച് മാത്രമേ കേട്ടത്തുള്ളൂ. ഐ തിങ്ക് ദാറ്റ് ഈസ് അവർ ഫ്ലൈറ്റ്. അവിടെ ഫ്ലൈറ്റ് കിടപ്പുണ്ടതായിരിക്കും. നമ്മൾ ഇല്യൂഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റഷ്യൻ നിർമ്മിത വിമാനമാണ് ഇല്യൂഷൻ. പണ്ടിനകത്താണ് ആൾക്കാരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ബോയിങ്ങിലാണ് പോകുന്നത്. ബിക്കോസ് നിയമം മാറി. ലുക്ക് അറ്റ് ദ ഇല്യൂഷൻ ഫ്ലൈറ്റ്. It's a big one. Look at the flight. It's got a little bomber cockpit at the bottom. Absolutely. ഇതാണ് ഇല്യൂഷൻ. പക്ഷെ നമ്മൾ പോകുന്നത് ഇതിനകത്താണ്. ബോയിങ് 757. റോൾസ് റോയ്സ് എഞ്ചിനാണ്. നമ്മൾ നമ്മുടെ വിമാനത്തിനകത്ത് കയറിയിരിക്കുകയാണ്. ബോയിങ് 757 വിമാനമാണ്. ഈ വിമാനം നമുക്ക് ചാർട്ടർ ചെയ്താണ് പോകുന്നത് അന്റാർട്ടിക്കയിലേക്ക്. ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി 18-ാം തീയതി നമ്മളെ വിളിക്കാൻ മാത്രമേ വിമാനം വരത്തുള്ളൂ. സോ ഒരാൾക്ക് 3 സീറ്റ് എടുക്കാം. എൻ്റെ ബൂട്ട്സും എൻ്റെ ബാഗും ഒക്കെ ഞാൻ എൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെയാണ് നമ്മുടെ സ്ഥലം. എൻ്റെ 2 പഴമുണ്ട്, തിന്നാന്ന് വെച്ചിരിക്കുകയാണ്. സോ ഐ തിങ്ക് ഇവിടെ നല്ലൊരു വ്യൂ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറന്ന് കഴിയുമ്പം ഗെറ്റ് ദിസ്. ഇത്രയും വ്യൂ കിട്ടുന്ന സ്ഥലമാണ് ഞാൻ ഇരുന്നിരിക്കുന്നത്. പക്ഷേ ഇത് അത്ര വൃത്തിയുള്ള ഗ്ലാസ് അല്ല. എനിവേ we will try to get some good iceberg. That's cool. It's it's a pretty. It's Ben. Hello. Yeah. John. Yo. Subir Bakshiji. Hello. Yeah. Ready to go to Antarctica. Where is Sagar? Check this out. Hi, sir. Hi. Hey. Yeah. How are you? Lost bridge anyway. Can you kiss the bridge? They may not all. Yeah. Hi. Hey, how's Yes. it going? Great. So excited now. 4-hour flight. Good, good. Hi. Hello. Yeah. It's getting real. She's from Indonesia. Yeah. Yes, she's going to do the Explorers Grand Slam. Yeah. Right. Hopefully. Yeah. Yeah. നമ്മൾ ബോയിങ് 757-ആണുള്ളത്. ഈ ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ടേഡ് ഫ്ലൈറ്റാണ്. ഇതിനകത്തുള്ള എല്ലാവരും അന്റാർട്ടിക് എക്സ്പെഡീഷന് പോകുന്നവരാണ്. കുറച്ച് പേര് മൗണ്ട് വിൻസൺ കയറാൻ പോകുന്നവരുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ യൂണിയൻ ഗ്ലേഷ്യറിൽ പോകുന്നവരുണ്ട്, സൗത്ത് പോളിൽ പോകുന്നവരുണ്ട്.
സോ കണ്ടോ ആ വണ്ടി കണ്ടോ, ഇല്യൂഷൻ, അത് റഷ്യൻ മെയ്ഡ് വിമാനമാണ്. അതാണ് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിമാനം. അത് കാർഗോ ഫ്ലൈറ്റാണ്. ഇപ്പോൾ അത് അല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബോയിങ്ങിലാണ് പോകുന്നത്. പണ്ട് അതിനകത്താണ് ആൾക്കാർ പൊയ്ക്കൊണ്ടിരുന്നത്, മീൻസ് അന്റാർട്ടിക്കയിലേക്ക്. സോ നമ്മൾ റൺവേയിലാണ്. ചാർട്ടേഡ് വിമാനമാണ്. ഡ്രേക്ക് പാസേജ് ക്രോസ് ചെയ്ത് ഈ ഐസ്ബർഗുകളുടെ മുകളിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി എൻ എക്സൈറ്റിംഗ് ജേർണി. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു സീ ദാറ്റ്. സോ എനിക്ക് വേറൊന്നും പറയാനില്ല. സീ യു, ഐ വിൽ ഷോ യു ദ വിഷ്വൽസ്. ഈ മിൽറ്റി കണ്ടീഷനാണ്. സോ അതുകൊണ്ട് ഈ ഫ്ലൈറ്റ് കിടന്നിങ്ങനെ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐസ്ലാൻഡ് എയറിലാണ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐസ്ലാൻഡ് എയർ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ലാൻഡിൽ ഒരുപാട് ഇതുപോലെ മഞ്ഞിൽ അല്ലെങ്കിൽ ഐസിൽ ഇറങ്ങുന്ന എയർ സ്ട്രിപ്പുകളുണ്ട്. അപ്പം ഈ പറയുന്ന ALD പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റഷ്യൻ എയർക്രാഫ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അവർ ഐസ്ലാൻഡിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഐസ്ലാൻഡ് എയർ ആണ് അവരിവിടെ അന്റാർട്ടിക്കയിൽ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് എയർ ഹോസ്റ്റേഴ്സ് കഴിക്കാനുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. ചിപ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ദിസ് ഈസ് ഇതൊരു മുട്ടായി, വീണ്ടും വേഫർ മുട്ടായി നമുക്ക് എത്തിച്ചിരിക്കുകയാണ്. ദിസ് നാപ്കിൻ വോണ്ട് പ്രൊട്ടക്ട് യു ഫ്രം യുവർ വാട്ടർ ഫോൾസ്, ബട്ട് യു ജസ്റ്റ് വാണ്ട് ടു ടോക്ക് അബൌട്ട് വാട്ടർ ഫോൾസ്. അടിപൊളി. ആദ്യമായിട്ട് അങ്ങോട്ട് സാധനം കഴിക്കും. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഡ്രേക്ക് പാസേജിൻ്റെ മുകളിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. താഴെ നമുക്ക് കാണാൻ പറ്റും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് താഴെ. താഴെ മുഴുവൻ ഐസ്, ഒഴുകി നടക്കുന്ന ഐസാണ്. ഗോപ്രോയിൽ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും കിട്ടത്തില്ല. സോ ഞാൻ ഐഫോണിൽ എടുത്തിട്ടുണ്ട്. ഒഴുകി നടക്കുകയാണ് താഴെ നിറയെ ഐസ്, ബ്ലൂ ഐസ്. ദോശ എന്താ പറയുക, ചട്ടുകത്തി പൊരിച്ചിട്ടേക്കുന്നത് പോലെ ഐസ് കട്ടയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ ഇറങ്ങി കാണാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓൺലി ഇൻ അന്റാർട്ടിക്ക.